ഹലോ ഗായ്സ്, ഞങ്ങൾ രാവിലെ കൊട്ടാരക്കര അമ്പലത്തിലേക്കാണ് പോകുന്നത്. കൃത്യം 8:30 റെഡിയായി ഏനാത്ത് എത്തണം എന്നാണ് ചേച്ചി എന്നോട് ആവശ്യപ്പെട്ടത്. അതേ തുടർന്ന് കൃത്യം 9 മണിക്ക് ഞാൻ ഏനാത്തെത്തി. കുറച്ചു നേരം ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും കൃത്യം 10 മണിയായപ്പോൾ ചേച്ചി എത്തി. ഞാൻ നിന്നടുത്ത് നിന്ന് 1 കിലോമീറ്റർ മാറ്റി നിർത്തി അത്രയും ദൂരം എന്നെ രാവിലെ നടത്തിച്ച ചേച്ചിയോടുള്ള സ്നേഹവും സന്തോഷവും ഞാൻ ഈ സമയത്ത് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. നന്ദിയുണ്ടേ. അങ്ങനെ കറക്റ്റ് 8:30 അമ്പലത്തിലേക്ക് പോകാനിരുന്നു ഞങ്ങൾ കറക്റ്റ് 10 മണി എന്നുള്ളൊരു ചെറിയ വ്യത്യാസത്തിലേക്ക് മാറി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി. 2 ദിവസം മുമ്പാണ് നമ്മൾ ഈ വണ്ടി എടുത്തത്. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് വണ്ടി ഒന്ന് പൂജിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നത്. അതിന് വന്നത് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലാണ്. അങ്ങനെ ഞങ്ങൾ നേരെ പോയി വണ്ടിയുടെ നമ്പറൊക്കെ പറഞ്ഞു കൊടുത്ത് രസീതൊക്കെ എഴുതിച്ചതിന് ശേഷം നമ്മൾ അമ്പലത്തിലേക്ക് കയറി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കൊട്ടാരക്കര അമ്പലത്തിലേക്ക് കയറുന്നത്. കുറേ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹം കൂടിയായിരുന്നു ഇവിടേക്ക് വരിക എന്നുള്ളത്. അതുകൊണ്ട് പ്രത്യേക സന്തോഷം ഉണ്ടായിരുന്നു. എന്നാൽ ഒരു വിഷമവും ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ഉദയാസ്തമന പൂജ നടക്കുന്നതിനാൽ ഉണ്ണിയപ്പം ലഭ്യമല്ല എന്ന ബോർഡായിരുന്നു എന്നെ അത്രത്തോളം വിഷമത്തിലാക്കിയത്. സാരമില്ല, ഇനിയും വരാലോ. അങ്ങനെ തിരിച്ചു വരുന്ന വഴിയിലാണ് ഈ കാഴ്ച കണ്ടത്. കുപ്പിവള കണ്ട സന്തോഷത്തിൽ ഇറങ്ങി ഓടിപ്പോയ ചേച്ചി 2 കൈ നിറയും വള വാങ്ങിച്ച് തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്നാൽ ഓടിപ്പോയി വില ചോദിച്ച് തിരിച്ചു വന്ന ഇവരാണ് എൻ്റെ ഹീറോ. ആ കലാപരിപാടിക്ക് ശേഷം ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക് പോവാണ് ഗായ്സ്. ബൈ.